ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അവിടെ നമ്മുടെ ആരോഗ്യ ടീം വളരെ സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ്. അത് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നല്ല ഏകോപിതമായിട്ട് തന്നെ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തരത്തിലുള്ള നമ്മുടെ വിദഗ്ധ സംഘങ്ങളാണ് അവിടെയുള്ളത്. ആ വിദഗ്ധ സംഘത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ്. അത് ആ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക. അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഞാനും പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം. ഇതിൽ ഈ ഏറ്റവും അടിയുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്വർ. അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം. ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ്. ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളാണ് ഭയങ്കര കേവന്മാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല. ഇന്ന് മന്ത്രിസഭാ യോഗം അത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതിനെ പറ്റിയ? ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലല്ലോ, പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം, അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം, ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കടക്കുന്നില്ല. അതൊന്നും പറയാനുള്ള സമയമല്ല ഇത്. അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ വസ്തുതാപരമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം. അതായത് മുന്നറിയിപ്പുകളുടെ ഭാഗം പൊതുവേ ഉള്ളതാണ്. നിങ്ങൾ ഇന്ന ആളുകളെ മാറ്റണം എന്നല്ല. ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്ന നടപടിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് കുറേ പേരെ ഇതിൻ്റെ ഭാഗമായി രക്ഷിക്കാൻ കഴിഞ്ഞത്. നിങ്ങളീ പറയുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാലും ഇപ്പം ദുരന്തമുണ്ടായ പ്രദേശം സമതല പ്രദേശമാണ്, നദീതീരമാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുരന്തം അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കില്ല. സാധാരണഗതിയിൽ അവിടെ ഉണ്ടാവും അവർ. നമ്മൾ കിലോമീറ്ററുകൾ വ്യത്യാസമല്ലേ കാണുന്നത്. 1 കിലോമീറ്ററിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്കറിയാലോ.
ഇവിടെ 5-6 കിലോമീറ്ററിന് അപ്പുറത്തുണ്ടാകുന്ന ദുരന്തമല്ലേ ഇവിടെ വന്ന് ആ ഹതഭാഗ്യരെ ആകെ ഉറക്കത്ത് കൊണ്ടുപോകുന്നത്. അതാരെങ്കിലും പ്രതീക്ഷിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താനാണ് നാം ഗൗരവമായിട്ട് ശ്രമിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താനുള്ള വാസനയല്ല ഉണ്ടാകേണ്ടത്. ഇതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം. ഇനി അവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാം, വീണ്ടെടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ വീണ്ടെടുക്കാം, ഇതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല. ഇത്തരമൊരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല. ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ്. നമ്മൾ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ടാത്തവരാണോ? നമ്മുടെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ. അപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം, എങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കാം, അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക. എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും. ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത്. അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം. അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും. ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത്. കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ്. അങ്ങനെയൊരു സംസ്കാര സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ. ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല. കാരണം അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയതാണ്. ഓരോ കൂട്ടരും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തത വരുത്തിയതാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നമെന്ന് പ്രത്യേകമായി നോക്കിയാലേ പറയാൻ പറ്റും.